തേലക്കാട്ട് അപകടം നടന്ന ദിവസം സുഹൃത്ത് സൈനുദ്ദീനാണ് ഹംസയെ വിളിച്ചത്. നാട്ടിലേക്കൊന്ന് വിളിക്കാൻ സൈനുദ്ദീൻ പറഞ്ഞു. വീട്ടിലാരും ഫോണെടുത്തില്ല. പിന്നെയാണ് മറ്റൊരു സുഹൃത്തിന്റെ വിളി വന്നത്. മോള് പോയിട്ടോ എന്ന ആദ്യ വാചകം മാത്രമേ കേട്ടുള്ളൂ. വിശാലമായ കൃഷിയിടത്തിൽ ഒറ്റമുറിയിലാണ് ഹംസ താമസിക്കുന്നത്. കൂട്ടിന് കോഴിയും മാനുകളും പ്രാവുകളും മാത്രം. 2.5 വർഷമായി ഹംസ നാട്ടിൽ പോയിട്ട്. ഹംസയുടെ 5 മക്കളിൽ രണ്ടാമത്തെയാളായിരുന്നു സബീറ. ഇളയ മകൻ സ്വാലിഹിനെ ഹംസ കണ്ടിട്ടേയില്ല. അപകടത്തിന് 8 ദിവസം മുമ്പ് വിളിക്കുമ്പോൾ ഉപ്പാക്ക് ഇനിയും വരാറായില്ലേ എന്ന സബീറയുടെ ചോദ്യമാണ് ഇപ്പോഴും ഹംസയുടെ കാതുകളിൽ. ആയിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്തിത്താ പെണ്ണ് പറയുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പാക്ക് പോരാനായിട്ടില്ലേ എന്നാണ് അവൾ ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനെ ഇപ്പം അടിച്ചു തന്നെങ്കിലല്ലേ പെണ്ണെ നമുക്ക് ഇപ്പാക്ക് പോരാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതുപോലെ 2 ആൾ കൊടുത്തുകാട്ട് ഇപ്പം പോന്നളിന്നും പറഞ്ഞു. കാക്കി ലാസ്റ്റ് കിട്ടിയ സൗണ്ട്. മൂത്ത മകളുടെ വിവാഹത്തിന്റെ കടം തീർക്കാനാണ് ഹംസ ഗൾഫിലേക്ക് വീണ്ടും എത്തിയത്. സബീറയുടെ കല്യാണമായിരുന്നു മറ്റൊരു സ്വപ്നം. ഇപ്പോൾ എക്സിറ്റ് വിസയിലാണ് നാട്ടിലേക്ക്. ഇനി മടങ്ങുന്ന കാര്യം ഹംസ തീരുമാനിച്ചിട്ടില്ല. റബി മുഹമ്മദ്, മീഡിയ 1, റിയാദ്.